ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നും BNSSന്റെ മറ്റൊരു ക്ലാസ്സുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെർച്ച് ആൻഡ് സെഷറിന്റെ ബാക്കി ഭാഗങ്ങളാണ് എടുക്കുന്നത്. സെക്ഷൻ 100 മുതലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ സെക്ഷൻ 96 ടു 98 വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 99 എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് പഠിക്കാനില്ലാത്തതാണ് നമ്മുടെ സിലബസിൽ. അപ്പോൾ ഇന്ന് നമ്മൾ 100 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ക്ലാസ് നമ്മൾ സെക്ഷൻ 100 വെച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. സെക്ഷൻ 100 പറയുന്നത് സെർച്ച് ഫോർ പേഴ്സൺസ് റോങ്ഫുള്ളി കൺഫൈൻഡ് എന്നുള്ളൊരു കാര്യമാണ്. അന്യായമായി തടഞ്ഞു വെച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സെർച്ച് നടത്തുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 100 പറയുന്നത്. അപ്പൊ ഇവിടുത്തെ സാഹചര്യം എന്താണ്? ഒരു വ്യക്തിയെ അന്യായമായിട്ട് എവിടെയോ തടഞ്ഞു വെച്ചിട്ടുണ്ട്, റോങ്ഫുൾ ആയിട്ട് കൺഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അയാളെ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ അയാളെ കണ്ടുപിടിക്കുന്നതിലേക്കായിട്ട് നടത്തുന്ന സെർച്ചിനെ കുറിച്ചാണ് ഈ സെക്ഷൻ 100ന്റെ അകത്ത് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സെർച്ചിന് വേണ്ടിയിട്ടുള്ള സെർച്ച് വാറണ്ട് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ഇഫ് എ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഓർ ദ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് എനി പേഴ്സൺ ഈസ് റോങ്ഫുള്ളി കൺഫൈൻഡ്, ഒരു വ്യക്തി റോങ്ഫുൾ ആയിട്ട് അന്യായമായിട്ട് തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കാൻ മതിയായ കാരണം ഒരു ജില്ലാ മജിസ്ട്രേറ്റിനോ ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനോ ഉണ്ടാവുന്ന ഘട്ടത്തിൽ തടഞ്ഞു വെക്കുന്നതിലൂടെ അവിടെ എന്തും കൂടെ സംഭവിച്ചിട്ടുണ്ട്, അമൗണ്ടിങ് ടു എൻ ഒഫൻസ്. ആ തടഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞാൽ BNSൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, റോങ്ഫുൾ കൺഫൈൻമെന്റ് ഒരു ഒഫൻസ് ആണ്, ഒരു കുറ്റകൃത്യമാണ്. അപ്പൊ അത്തരത്തിൽ ഒരാളെ അന്യായമായിട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട്, അതുമൂലം അവിടെ ഒരു ഒഫൻസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് ഹി മേ ഇഷ്യൂ എ സെർച്ച് വാറണ്ട്. ഈ അന്യായമായിട്ട് തടഞ്ഞു വെച്ചിട്ടുള്ള വ്യക്തിയെ കണ്ടുപിടിക്കുന്നതിലേക്കായിട്ട് ഒരു സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം മജിസ്ട്രേറ്റിന് ഉണ്ടാവും. ആൻഡ് ദ പേഴ്സൺ to whom the warrant is directed may search for the confined person. അപ്പോൾ ഇത്തരത്തിൽ സെർച്ച് വാറണ്ട് മജിസ്ട്രേറ്റ് ഇഷ്യൂ ചെയ്യും. ആ ഇഷ്യൂ ചെയ്യുന്ന സെർച്ച് വാറണ്ട് നടപ്പിലാക്കാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയോടായിരിക്കാം. മോസ്റ്റ് പ്രോബബ്ലി പോലീസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് എനി അതർ പേഴ്സൺ. ആരാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സെർച്ച് വാറണ്ടിനുള്ള ഡയറക്ഷൻ കോടതി ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ സെർച്ച് വാറണ്ടിൽ പറയുന്ന അന്യായമായിട്ട് തടഞ്ഞു വെച്ചു എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയെ കണ്ടുപിടിക്കുന്നതിലേക്കായിട്ട് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച്, ആ വാറണ്ട് നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അയാളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. പിന്നെ ആൻഡ് ഇഫ് ഫൗണ്ട് ഷാൾ ഇമ്മീഡിയറ്റ്ലി ടേക്കൺ ഹിം ബിഫോർ എ മജിസ്ട്രേറ്റ് ഹു ഷാൾ മേക്ക് സച്ച് ഓർഡർ ആസ് സീംസ് പ്രോപ്പർ എന്നാ പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു ഉദ്യോഗസ്ഥന് കോടതി ഒരു സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്തു കൊടുത്തു. സെർച്ച് വാറണ്ടിന്റെ അകത്തൊരു വ്യക്തി അന്യായമായിട്ട് തടങ്കിൽ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അയാളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയാളെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാറണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യമാണ് ആ വാറണ്ടിന്റെ അകത്ത് പറയുന്നത്. അപ്പൊ ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അതിൽ പറയുന്ന ആളെ ആ പറയുന്ന സ്ഥലത്ത് പോയി സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ജോലി. അപ്പൊ അത്തരത്തിൽ അയാൾ അവിടെ നിന്ന് ആ സെർച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അയാളെ കണ്ടുകിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ അയാളെ ഉടനെ തന്നെ ഇമീഡിയറ്റ്ലി അയാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ, ആ സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ മജിസ്ട്രേറ്റ് അതിൻ്റെ അകത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓർഡർ, അതിന്റെ ഫർദർ എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ മജിസ്ട്രേറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓർഡർ അതിൻ്റെ അകത്ത് പാസ്സാക്കിയെടുക്കും എന്നുള്ളതാണ്. അപ്പം ഒരു വ്യക്തിയെ അന്യായമായിട്ട് തടഞ്ഞു വെച്ചു എന്നുള്ളൊരു ഇൻഫർമേഷൻ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഇതിൽ ഏതെങ്കിലും മജിസ്ട്രേറ്റിന് വിവരം ലഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ മതിയായ കാരണം ഉണ്ടാവുന്ന സമയത്ത് അവരൊരു സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യും. ആ സെർച്ച് വാറണ്ട് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കും. ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ആ സ്ഥലത്ത് പോയിട്ട് സെർച്ച് ചെയ്യുക, ആ വ്യക്തിയെ കണ്ടുകിട്ടുന്ന മുറയ്ക്ക് അയാളെ കോടതിയിൽ ഹാജരാക്കുക. കോടതി അതിൻ്റെ അകത്ത്, മജിസ്ട്രേറ്റ് അതിൻ്റെ അകത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുമെന്നാണ് സെക്ഷൻ 100 അകത്ത് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അന്യായമായിട്ട് ഒരു വ്യക്തിയെ തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുറപ്പെടുവിക്കുന്ന സെർച്ച് വാറണ്ടിനെ കുറിച്ചാണ് സെക്ഷൻ 100 ഡീൽ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇനി നമുക്ക് സെക്ഷൻ 102 നോക്കാനുള്ളത്. സെക്ഷൻ 102 പറയുന്നത് ഡയറക്ഷൻ എക്സെട്ര ഓഫ് സെർച്ച് വാറണ്ട്സ് ആണ്. സെർച്ച് വാറണ്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഡയറക്ഷൻസും മറ്റു കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ഇവിടെ ചെറിയൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എന്താന്ന് വെച്ചാല് the provisions of section 32, 72, 74, 76, 79, 80 and 81 shall also be applied to all search warrants issued under section 96, 97, 98, 100 of BNSS എന്നാ പറയുന്നത്. അതായത് സെക്ഷൻ 32, 72, 74 മുതലായിട്ടുള്ള സെക്ഷൻസിന്റെ അകത്ത് വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട, അതായത് അറസ്റ്റ് വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേ പ്രൊസീജിയർ തന്നെയായിരിക്കും ഈ സെർച്ച് വാറണ്ടിന്റെ അകത്തും അപ്ലിക്കബിൾ ആവുക എന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് സെക്ഷൻ 96, 97, 98, 100 സെർച്ച് വാറണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ സെർച്ച് വാറണ്ട് നടപ്പിലാക്കാനും അവിടെ ഫോളോ ചെയ്യേണ്ടുന്ന പ്രൊസീജിയർ മുമ്പേ പഠിച്ചിട്ടുള്ള അറസ്റ്റ് വാറണ്ട് നടപ്പിലാക്കുന്ന അതേ പ്രൊസീജിയർ പ്രകാരമാണ്, അല്ലെങ്കിൽ അതേ രീതി തന്നെയാണ്
നടപ്പിലാക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അറസ്റ്റ് വാറണ്ട് ആണെങ്കിലും സെർച്ച് വാറണ്ട് ആണെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, നടപ്പിലാക്കേണ്ടത് ഏകദേശം ഒരേ രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള സെക്ഷൻ 32, അപ്പോൾ 72, 74, 76 ഇതിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അറസ്റ്റ് വാറണ്ട് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള. അതേ പ്രൊസീജിയർ ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെർച്ച് വാറണ്ടിന്റെ അകത്തും അപ്ലിക്കബിൾ ആയിരിക്കും. അതേ പ്രൊസീജിയർ ഇവിടെ അപ്ലിക്കബിൾ ആയിരിക്കും എന്നാണ് ഈ സെക്ഷന്റെ അകത്ത് പറയുന്നത്. സെക്ഷൻ 32 എന്തായിരുന്നു? ഒരു പോലീസ് അല്ലാത്ത മറ്റൊരു വ്യക്തി വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 72 മുതൽ 81 വരെയുള്ള ഭാഗത്ത് നമ്മൾ അറസ്റ്റ് വാറണ്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പറയുന്ന ആ എക്സിക്യൂഷൻ എങ്ങനെയാണോ വാറണ്ട് നടപ്പിലാക്കേണ്ടത് അതേ രീതി ഈ സെർച്ച് വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും ബാധകമായിരിക്കും എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇതാണ് സെക്ഷൻ 102. സിമ്പിൾ ആണ്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇനി നമ്മൾ സെക്ഷൻ 103 ആണ് പറയുന്നത്. സെക്ഷൻ 103 വായിക്കുന്നത് പേഴ്സൺസ് ഇൻചാർജ് ഓഫ് ക്ലോസ്ഡ് പ്ലേസ് ടു അലോ സെർച്ച് എന്നുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ക്ലോസ്ഡ് പ്ലേസിന്റെ ഇൻചാർജ് ആയിട്ടുള്ള, അടഞ്ഞു കിടക്കുന്ന ഒരു പ്ലേസിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ആള് അവിടെ സെർച്ച് അലോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സെക്ഷൻ 103 പറയുന്നത്. ഇതിന് ഒരുപാട് സബ്സെക്ഷൻസ് ഉള്ള 8 സബ്സെക്ഷൻസ് ഉള്ള ഒരു സെക്ഷനാണ് ഈ സെക്ഷൻ 103 എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒന്നാമത്തെ സബ്സെക്ഷൻ വായിച്ചു നോക്കാം. അപ്പൊ സബ്സെക്ഷൻ 1 പറയുന്നത് whenever any place liable to search or inspection under this chapter is closed, അതായത് ഒരു പ്ലേസ് സെർച്ച് ചെയ്യണം, ഒരു പ്ലേസ് ഇൻസ്പെക്ട് ചെയ്യണം, പരിശോധിക്കണം, അതാണ് ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്. പക്ഷെ ആ പ്ലേസ് എന്ന് പറഞ്ഞാൽ അത് എത്തരത്തിലുള്ള പ്ലേസ് ആണ്? അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള, അടഞ്ഞു കിടക്കുന്ന ഒരു പ്ലേസ് ആണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ സെർച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇനി പറയുന്നത്. എനി പേഴ്സൺ റിസൈഡിങ് ഇൻ ഓർ ബീങ് ഇൻ ചാർജ് ഓഫ് സച്ച് പ്ലേസ് ഷാൾ ഓൺ ഡിമാൻഡ് ഓഫ് ദി ഓഫീസർ ഓർ അതർ പേഴ്സൺ എക്സിക്യൂട്ടിംഗ് ദ വാറന്റ്. അപ്പൊ ഇവിടുത്തെ സാഹചര്യം എന്താണ്? ഒരു പ്ലേസ് സെർച്ച് ചെയ്യണം, ആ പ്ലേസ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പൊ അവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി സ്വാഭാവികമായിട്ടും കോടതി ഒരു സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കോടതി ഒരു സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ സെർച്ച് വാറണ്ട് നടപ്പിലാക്കാൻ ഒരു ഉദ്യോഗസ്ഥന്, ഒരു ഓഫീസറെ, പോലീസ് ആവാം, മറ്റേതെങ്കിലും ഓഫീസർ ആവാം, അല്ലെങ്കിൽ മറ്റ് അതർ പേഴ്സൺ ആവാം, അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ആ സെർച്ച് വാറണ്ടിന്റെ കോപ്പിയും കൊണ്ട് അല്ലെങ്കിൽ ആ ഓർഡറും കൊണ്ട്, ആ വാറണ്ടും കൊണ്ട് ആ സെർച്ച് ചെയ്യേണ്ടുന്ന ആ ക്ലോസ്ഡ് പ്ലേസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അതിന്റെ ഓണർ ആയിട്ടുള്ള അഥവാ ഇൻചാർജ് ആയിട്ടുള്ള, ആ പ്ലേസിന്റെ ഇൻചാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ റിസൈഡ് ചെയ്യുന്ന, അവിടെ താമസിക്കുന്ന ആ ആളോട് പറയുന്നു, അതായത് കോടതി ഈ ഒരു പ്ലേസ് സെർച്ച് ചെയ്യാൻ വേണ്ടി ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ സെർച്ച് ചെയ്യണം എന്നുള്ള ഒരു ഡിമാൻഡ് അയാളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അയാളോട് ഡിമാൻഡ് ചെയ്യാണ്, ഇവിടെ സെർച്ച് ചെയ്യണം, കോടതി സെർച്ച് ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് സെർച്ച് വാറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും കൂടെ വേണം, എന്ന് പറഞ്ഞാൽ സെർച്ച് വാറണ്ട് കാണിച്ചു കൊടുക്കുകയും കൂടെ വേണം. അതായത് സെർച്ച് വാറണ്ട് തന്നിട്ടുണ്ട്, ഇതാണ് സെർച്ച് വാറണ്ട്, ഈ വാറണ്ട് പ്രകാരം ഇവിടെ സെർച്ച് ചെയ്യാൻ കോടതി പറഞ്ഞിട്ടുണ്ട്, മജിസ്ട്രേറ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട്, വാറണ്ട് തന്നിട്ടുണ്ട്, ഇതാണ് വാറണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് അവിടെ താമസിക്കുന്ന, ആ പ്ലേസിന്റെ അകത്ത് താമസിക്കുന്നവരാവാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ വീടായിരിക്കാം, മറ്റെന്തെങ്കിലും ആവാം. അപ്പൊ അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇൻചാർജ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ച് അയാളുടെ ഡ്യൂട്ടി എന്താ? ഈ വന്ന ഉദ്യോഗസ്ഥന് അവിടെ സെർച്ച് ചെയ്യാനുള്ള ആ വാറണ്ട്, സെർച്ച് വാറണ്ട് നടപ്പിലാക്കുന്നതിലേക്ക് ആവശ്യമായ സെർച്ച് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അങ്ങോട്ടേക്ക് അയാളെ എൻട്രി ചെയ്യാൻ സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് സ്വന്തമായിട്ട് അയാൾക്ക് അങ്ങോട്ട് എൻട്രി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അവിടെ സെർച്ചിന് വേണ്ടുന്ന എന്തെങ്കിലും ഫെസിലിറ്റീസ്, എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവിടെ അവിടെ ഇൻചാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പ്ലേസിന്റെ ഓണർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ റിസൈഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അയാളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സബ്സെക്ഷൻ 1. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പ്ലേസ്, ഒരു ക്ലോസ്ഡ് പ്ലേസ് സെർച്ച് ചെയ്യണം. ക്ലോസ്ഡ് പ്ലേസ് സെർച്ച് ചെയ്യാൻ വേണ്ടി കോടതി ഒരു സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ചെന്നിട്ടുണ്ട്. അപ്പൊ ആ ഉദ്യോഗസ്ഥൻ ആ സെർച്ച് വാറണ്ട് കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഇൻചാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ റിസൈഡ് ചെയ്യുന്ന ആളോട് പറയണം, ഇവിടെ സെർച്ച് ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം എന്ന് പറയുന്നു. അപ്പൊ അയാളെ സംബന്ധിച്ച് അയാൾ ഈ വന്ന ഉദ്യോഗസ്ഥന് അങ്ങോട്ടേക്ക് ആ ക്ലോസ്ഡ് പ്ലേസിലേക്ക് എൻട്രി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം, അവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് അയാളുടെ ഡ്യൂട്ടി ആയിട്ട് ഇവിടെ പറയുന്നത്. ഇതാണ് സബ്സെക്ഷൻ 1. ഇതിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി റെഡ് ആയിട്ട് താഴെ ഇങ്ങനെ ഒരു 1 ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇഫ് എ പ്ലേസ് ടു ബി സെർച്ച്ഡ് ഓർ ഇൻസ്പെക്ടഡ് ഈസ് ക്ലോസ്ഡ്, സെർച്ച് ചെയ്യേണ്ടുന്ന, ഇൻസ്പെക്ട് ചെയ്യേണ്ടുന്ന ഒരു പ്ലേസ് ഉണ്ട്, ആ പ്ലേസ് ക്ലോസ്ഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പൊ അവിടെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ സെർച്ച് വാറണ്ട് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? പേഴ്സൺ റിസൈഡിങ് ഇൻ അല്ലെങ്കിൽ ഇൻചാർജ് ആയിട്ടുള്ള ആളോട് അത് ആവശ്യപ്പെടണം. അയാളെ സംബന്ധിച്ച് എന്താണ്? ഹി മസ്റ്റ് ഹലോ ഫ്രീ എൻട്രി എന്ന് പറഞ്ഞാൽ ആ ഓഫീസറെ സംബന്ധിച്ച് അയാൾ വാറണ്ട് കാണിച്ചു കൊടുക്കും, സെർച്ച് വാറണ്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻട്രി ചെയ്യാൻ വേണ്ടി പറയണം ഇൻചാർജ് ആയിട്ടുള്ള ആള്. ആൻഡ് പ്രൊവൈഡ് റീസണബിൾ ഫെസിലിറ്റീസ് ഫോർ ദ സെർച്ച്, സെർച്ചിന് വേണ്ടുന്ന ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കുകയും വേണം അവിടെ താമസിക്കുന്ന ആൾ അല്ലെങ്കിൽ അവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള ആൾ. ഇത്രയേ ഉള്ളൂ പറയുന്നത്. അപ്പൊ ഒരു ക്ലോസ്ഡ് പ്ലേസ് സെർച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ സബ്സെക്ഷൻ എന്താ നോക്കാം.
ഇനി സബ്സെക്ഷൻ 2 നോക്കുകയാണെങ്കിൽ 103യുടെ സബ്സെക്ഷൻ 2 പറയുന്നത് ഇഫ് ഇൻഗ്രസ് എന്ന് പറഞ്ഞാൽ എൻട്രി ആണ് ഇൻ ടു സച്ച് പ്ലേസ് കനോട്ട് ബി സോ ഒപ്റ്റൈൻഡ്. നേരത്തെ പറഞ്ഞത് പ്രകാരം എൻട്രി ഒപ്റ്റൈൻ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. ഒരു പ്ലേസ് ക്ലോസ്ഡ് പ്ലേസ് സെർച്ച് ചെയ്യാൻ വേണ്ടി സെർച്ച് വാറണ്ടുമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു വ്യക്തി വന്നു, പക്ഷെ അങ്ങോട്ടേക്കുള്ള എൻട്രി കിട്ടിയില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് കയറാൻ വേണ്ടി സാധിച്ചില്ല, എൻട്രി ഒപ്റ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഒരു പക്ഷെ അവിടെ ആളുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എൻട്രി ഒപ്റ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ആ വാറണ്ട് നടപ്പിലാക്കാൻ വന്ന, ആ സെർച്ച് വാറണ്ട് നടപ്പിലാക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ദ ഓഫീസർ ഓർ അതർ പേഴ്സൺ എക്സിക്യൂട്ടിംഗ് ദ വാറന്റ് മേ പ്രൊസീഡ് ഇൻ ദ മാനർ പ്രൊവൈഡഡ് ബൈ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 44. സെക്ഷൻ 44ന്റെ സബ്സെക്ഷൻ 2ൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യപ്രകാരം, അല്ലെങ്കിൽ അവിടെ പറയുന്നത് എന്താണ്, ഒരു പ്ലേസ് സെർച്ച് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള എൻട്രി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് ഓപ്പൺ നടത്തിയിട്ട്, ബ്രേക്ക് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ജനവാതിൽ അല്ലെങ്കിൽ വാതിലൊക്കെ പൊട്ടിച്ചിട്ട് തകർത്തിട്ട് അകത്തേക്ക് കയറുന്ന ഒരു രീതിയാണ്. അപ്പൊ ആ രീതിയിൽ സെക്ഷൻ 44ന്റെ സബ്സെക്ഷൻ 2 പറയുന്നത് പ്രകാരം അത്തരത്തിൽ എൻട്രി ഒപ്റ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു സെർച്ച് ഒരു ക്ലോസ്ഡ് പ്ലേസ് സെർച്ച് ചെയ്യാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു, അല്ലെങ്കിൽ ഒരാൾ വരുന്നു, പക്ഷെ അങ്ങോട്ടേക്കുള്ള എൻട്രി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒപ്റ്റൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ 44ന്റെ സബ്സെക്ഷൻ 2 പറയുന്നത് പ്രകാരം ബ്രേക്ക് ഓപ്പൺ ചെയ്തിട്ട് അങ്ങോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയും ഒരു ക്ലോസ്ഡ് പ്ലേസ് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ എൻട്രി ഒപ്റ്റൈൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവിടെ ഈ ഒരു സാഹചര്യം പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പം താഴെ കൊടുത്തു നോക്കിയേ, ഇഫ് എൻട്രി കനോട്ട് ബി ഒപ്റ്റൈൻഡ് ഓഫീസർ മേ ബ്രേക്ക് ഓപ്പൺ ഡോർസ്, ഡോർ വിൻഡോ എന്താണെന്ന് വെച്ചാൽ അത് ബ്രേക്ക് ഓപ്പൺ ചെയ്യുക ആസ് പെർ സെക്ഷൻ 44 സബ്സെക്ഷൻ 2 പ്രകാരം. അങ്ങനെ ബ്രേക്ക് ഓപ്പൺ ചെയ്തിട്ട് അവിടെ എൻട്രി ചെയ്തിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നമുക്ക് സബ്സെക്ഷൻ 3 നോക്കാം. സബ്സെക്ഷൻ 3 എന്താ പറയുന്നത്, അങ്ങനെ സെർച്ച് ചെയ്യേണ്ടുന്ന ആ ഒരു ക്ലോസ്ഡ് പ്ലേസിന്റെ അകത്ത് സെർച്ച് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആ സെർച്ച് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്, അതായത് ആ സെർച്ച് ചെയ്യേണ്ടുന്ന വസ്തു, എന്തോ ഒരു വസ്തു സെർച്ച് ചെയ്തിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്, അത് അവിടെയുള്ള ആള് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, കൺസീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ബോധ്യമാണെങ്കിൽ ആ ഒരു വസ്തു കിട്ടുന്നതിലേക്കായിട്ട്, കസ്റ്റഡിയിൽ എടുക്കുന്നതിലേക്കായിട്ട്, സീസ് ചെയ്യുന്നതിലേക്കായിട്ട് ആ വ്യക്തിയെ സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ് ഈ 103യുടെ സബ്സെക്ഷൻ 3 ഡീൽ ചെയ്യുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. Where any person in or about such a place is reasonably suspected of concealing about his person any article. അവിടെ എന്ത് ആർട്ടിക്കിൾ തെരഞ്ഞിട്ടാണോ അവിടെ സെർച്ച് വാറണ്ടുമായിട്ട് വന്നത്, ആ ആർട്ടിക്കിൾ അവിടെയുള്ള ആ വ്യക്തി അയാളത് കൺസീൽ ചെയ്തു, ഒളിപ്പിച്ചു വെച്ചു, ഹൈഡ് ചെയ്ത് വെച്ചു എന്ന് വിശ്വസിക്കാൻ മതിയായ കാരണമുണ്ട് എന്നുണ്ടെങ്കിൽ such a person may be searched. ആ വ്യക്തിയെ സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇഫ് such a person is a woman, അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള, സെർച്ച് ചെയ്യേണ്ടുന്ന ആ ഒരു മുതൽ ആർട്ടിക്കിൾ അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആൾ ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ആ സെർച്ച് ലീഡ് ചെയ്യേണ്ടത്, കണ്ടക്ട് ചെയ്യേണ്ടത് ഒരു വ്യൂമൺ ആയിട്ടുള്ള ആളാണ്, സ്ത്രീ ആയിരിക്കണം, അത് ഡീസന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്നും കൂടെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യം എന്താണ്, ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക വസ്തുവാണ് സെർച്ച് ചെയ്യാൻ വേണ്ടി സെർച്ച് വാറണ്ട് ഉള്ളത്, അത് കിട്ടുന്നതിലേക്കായിട്ടാണ് സെർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നു, സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ മനസ്സിലായി ക്ലോസ്ഡ് പ്ലേസും കൂടെയാണ്, സെർച്ച് ചെയ്യാൻ വന്നു. അപ്പൊ അവിടെ ഉള്ള ഒരു ആള് ഈ സാധനം ഇത് സെർച്ച് ചെയ്ത്, എന്തോ ആയിക്കോട്ടെ, ഒരു ഡോക്യുമെന്റ് ആവാം, ഫയൽ ആവാം, മറ്റെന്തോ, അപ്പൊ അത് അയാൾ അവിടെ കൺസീൽ ചെയ്ത് വെച്ചേക്കാണ്, ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ അയാളെ സെർച്ച് ചെയ്യാണ്ട് അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളെ സെർച്ച് ചെയ്യാൻ പറ്റും, ആ വ്യക്തിയെ സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും, പ്ലേസ് മാത്രമല്ല ആ വ്യക്തിയെയും കൂടെ സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. സിമ്പിൾ ആയിട്ട് താഴെ റെഡിൽ കൊടുത്ത് നോക്കിയേ. ഇഫ് എനിവൺ ഇൻസൈഡ് ഈസ് സസ്പെക്ടഡ് ഓഫ് ഹൈഡിങ് ആർട്ടിക്കിൾസ്, അപ്പൊ അകത്തുള്ള ഒരാൾ, ക്ലോസ്ഡ് പ്ലേസിൽ അകത്തുള്ള ഒരാള് അയാള് അവിടെ എന്തോ എന്താണോ സെർച്ച് ചെയ്യാൻ വന്നത് അത് അയാൾ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം അത് കിട്ടുന്നതിലേക്കായിട്ട് ദേ മേ ബി സെർച്ച്ഡ്, ആ വ്യക്തിയെയും സെർച്ച് ചെയ്യാൻ, അത്തരത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വ്യക്തിയെയും സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു വിമൺ ആണ് എന്നുണ്ടെങ്കിൽ സെർച്ച് മസ്റ്റ് ബി ഡൺ ബൈ അനദർ വിമൺ, അത് മറ്റൊരു സ്ത്രീ ആയിട്ടുള്ള ആൾ മാത്രമേ അവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ആ വ്യക്തിയെ സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ വിത്ത് ഡീസൻസി, ഡീസെന്റ് ആയിട്ടുള്ള സ്ട്രിക്ട് റിഗാർഡ് ഡീസൻസി എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത സബ്സെക്ഷനിലേക്ക് പോകാം. ഇനി സബ്സെക്ഷൻ 4 പറയുന്നത്, ഇത്തരത്തിലൊരു സെർച്ചിന് പോകുന്ന സമയത്ത് ആ സെർച്ച് ചെയ്യാൻ പോകുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ആ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സെർച്ചിന് മുമ്പേ തന്നെ ആ സെർച്ചിലേക്ക് ആവശ്യമായിട്ടുള്ള 2 സാക്ഷികളെ, 2 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള സാക്ഷികളെയും കൂടെ തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു പ്ലേസ് സെർച്ച് ചെയ്യാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ പോകുന്നു, അല്ലെങ്കിൽ പോലീസ് പോകുന്നു, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും പോകുന്നു. അപ്പൊ ആ സെർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് സാക്ഷിയായിട്ട് 2 സ്വതന്ത്രരായിട്ടുള്ള, റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള, മാന്യരായിട്ടുള്ള 2 ആളുകൾ വേണം, 2 അല്ലെങ്കിൽ അതിലധികം ആളുകൾ വേണം. അപ്പൊ അവരെ തയ്യാറാക്കുന്നതും അവരെ കൊണ്ട് സെർച്ചിന് സാക്ഷ്യം വഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം.
Before making a search under this chapter, the officer or other person about to make it shall, അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ഒരു സെർച്ചിന് പോകുന്നതിന് മുമ്പ് ഈ സെക്ഷനിൽ പറയുന്ന പ്രകാരം അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ പറയുന്ന പ്രകാരം ഒരു സെർച്ചിന് പോകുന്നതിന് മുമ്പ് ആ സെർച്ചിന് പോകുന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ വ്യക്തി അത് ആരാണോ അയാൾ എന്ത് ചെയ്യണം, about to make it shall call upon two or more independent or respectable inhabitants, ആ പ്രദേശത്ത് താമസിക്കുന്ന എവിടെയാണോ സെർച്ചിന് പോകുന്നത് അവിടെ താമസക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നിന്നുള്ള രണ്ട് അല്ലെങ്കിൽ അതിലധികം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അതായത് സ്വതന്ത്രരായിട്ടുള്ള സെർച്ച് ചെയ്യാൻ പോകുന്ന വീടുമായി ബന്ധമില്ലാത്ത ആളുകളായിരിക്കണം. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാവാൻ പാടില്ല. സ്വതന്ത്രരായിട്ടുള്ള ആളുകളായിട്ടുള്ള രണ്ടാളുകളെ, എന്നാൽ അവർ മാന്യരായിട്ടുള്ള ആളുകളും കൂടെ ആവണം. ഇൻഡിപെൻഡന്റ് ആൻഡ് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള രണ്ടാളുകളെ അല്ലെങ്കിൽ അതിൽ അധികം ആളുകളെ റെഡിയാക്കി നിർത്തണം അല്ലെ. ഓഫ് ദി ലൊക്കാലിറ്റി ഇൻ വിച്ച് ദ പ്ലേസ് ടു ബി സെർച്ച്ഡ് ഈസ് സിറ്റുവേറ്റ്, സെർച്ച് ചെയ്യുന്ന പ്രദേശം അല്ലെങ്കിൽ പ്ലേസ് സിറ്റുവേറ്റ് ചെയ്യുന്ന ആ പ്രദേശത്ത് നിന്ന് രണ്ട് അല്ലെങ്കിൽ അതിലധികം ആളുകളെ തയ്യാറാക്കണം അല്ലെങ്കിൽ വിറ്റ്നസ് ആവാൻ വേണ്ടി ആവശ്യപ്പെടണം. ഓർ എനി ഓഫ് ദി, ഇനി അങ്ങനെയുള്ള ആളില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് തയ്യാറാവുന്നില്ല, ആ ഒരു പ്ലേസിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള രണ്ട് ഇൻഹാബിറ്റൻസിന് സെർച്ചിന് സാക്ഷിയാവാൻ വേണ്ടി ആ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എനി അതർ locality, if no such inhabitant of the said locality is available or is willing to be a witness to the search, എന്ന് പറഞ്ഞാൽ ഈ സെർച്ചിന് വിറ്റ്നസ് ആവാൻ ആ പ്രദേശത്തു നിന്ന് ആരെയും കിട്ടുന്നില്ല അല്ലെങ്കിൽ അവിടെ നിന്നുള്ള രണ്ടുപേരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റ് പ്രദേശത്തു നിന്നുള്ള അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശത്തു നിന്നുള്ള രണ്ടാളുകൾ മതി. അവർ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, റെസ്പെക്റ്റബിൾ ആയിരിക്കണം എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള രണ്ടുപേരെ അല്ലെങ്കിൽ അതിലധികം ആളുകളെ സെർച്ചിന് സാക്ഷിയാവാൻ വേണ്ടി ആവശ്യപ്പെടണം. And is willing to witness to be the search, witness to the search and to attend the witness and search and may issue an order in writing to them or any of them to do so. അപ്പൊ അവരോട് അത്തരത്തിൽ സാക്ഷികളാവാം രണ്ടുപേര് വരും. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള രണ്ടോ അല്ലെങ്കിൽ അതിലധികം ആളുകളോട് സാക്ഷികളാവാൻ വേണ്ടി റൈറ്റിംഗിൽ ആവശ്യപ്പെടാൻ വേണ്ടി സാധിക്കും. ഒരു ഓർഡറോട് കൂടി റൈറ്റിംഗിൽ ആവശ്യപ്പെടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ സാധിക്കണം, അങ്ങനെ പറയണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു പ്ലേസ് സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു, ആ സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന ഉദ്യോഗസ്ഥൻ ആദ്യം തന്നെ സെർച്ചിന് മുമ്പ് ആ സെർച്ചിൽ സാക്ഷികളായി ഒപ്പുവെക്കാൻ പറ്റുന്ന രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആളുകളെ തയ്യാറാക്കി നിർത്തണം ആ പ്രദേശത്ത് നിന്ന്. എന്ന് പറഞ്ഞാൽ സെർച്ചിന് സാക്ഷിയായി ഒപ്പുവെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവിടെ സാക്ഷികളായി സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അവര് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അങ്ങനെ ആ ലൊക്കാലിറ്റിയിൽ നിന്ന് അങ്ങനെ രണ്ടുപേരെ അതിലധികം ആളുകളെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ നിയറസ്റ്റ് ലൊക്കാലിറ്റിയിൽ നിന്നായാലും മതി. ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ എവിടെയാണോ സെർച്ച് നടത്താൻ പോകുന്നത് ആ പ്രദേശത്ത് നിന്നുള്ള, അവിടെ നിന്ന് ആളെ കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശത്ത് നിന്നുള്ള ആളുകളെ അറേഞ്ച് ചെയ്താൽ മതി. ആൻഡ് ദേ ക്യാൻ ബി ഓർഡേർഡ് ഇൻ റൈറ്റിംഗ് ടു വിറ്റ്നസ് സെർച്ച്, സെർച്ചിന് സാക്ഷിയാവാൻ അവരോട് രേഖാമൂലം എഴുതിയിട്ട് ആവശ്യപ്പെടാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് സബ്സെക്ഷൻ 4. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത സബ്സെക്ഷനുകളിലായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ വിറ്റ്നസ് രണ്ടോ അല്ലെങ്കിൽ അധികം വിറ്റ്നസ് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വിറ്റ്നസിനെയൊക്കെ തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പൊ സബ്സെക്ഷൻ 5 എന്താ പറയുന്നത് നോക്കാം. ദ സെർച്ച് ഷാൾ ബി മെയ്ഡ് ഇൻ ദെയർ പ്രസൻസ്, അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സ്വതന്ത്രരായിട്ടുള്ള റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വേണം ആ ഉദ്യോഗസ്ഥൻ അവിടെ സെർച്ച് നടത്താൻ വേണ്ടി, തെരച്ചിൽ നടത്താൻ വേണ്ടി എന്നാണ് പറയുന്നത്. ആൻഡ് എ ലിസ്റ്റ് ഓഫ് ഓൾ തിങ്സ് സീസഡ് ഇൻ ദ കോഴ്സ് ഓഫ് സച്ച് സെർച്ച് and of the place in which they are respectively found shall be prepared by such officer or other person എന്നാ പറയുന്നത്. രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു. ഒന്ന്, സെർച്ചിന് പോകാൻ വേണ്ടിയിട്ട് ആളുകളെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വിറ്റ്നസിനെ കിട്ടുന്ന സാഹചര്യത്തിൽ അവരെയും കൂട്ടി സെർച്ചിന് പോകണം. അപ്പൊ അവരുടെ പ്രസൻസിൽ വേണം, ഒന്നാമത്തെ കാര്യം അവരുടെ പ്രസൻസിൽ വേണം സെർച്ച് നടത്താൻ, ആ സാക്ഷികളുടെ പ്രസൻസിൽ. കാരണം അവര് അവസാനം എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് എന്താണ്, അവരുടെ സാന്നിധ്യത്തിലാണ് സെർച്ച് നടന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കോടതിയിലെ കേസിന്റെ തെളിവിലേക്കായിട്ട് ആവശ്യത്തിലേക്കായി വെക്കാനുള്ള ഡോക്യുമെന്റ്സ് ആണ് ഈ കൊടുക്കുന്നതല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ പ്രസൻസിൽ വേണം സെർച്ച് ചെയ്യാൻ. സെർച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഓരോ സാധനങ്ങളും അവിടെ നിന്ന് എന്തൊക്കെ കിട്ടി സെർച്ചിന്റെ അകത്ത്, അത് ഏത് പ്ലേസിൽ നിന്നാണ് കിട്ടിയത് എന്നുള്ളത് അത് ഒരു ലിസ്റ്റ് ആയിട്ട് ആ ഉദ്യോഗസ്ഥൻ പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്തൊക്കെ സാധനങ്ങൾ അവിടെ നിന്ന് കണ്ടു കിട്ടി, എന്തൊക്കെയാണ് പോലീസ് അവിടെ നിന്ന് സീസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതും, അത് ഏത് പ്ലേസിൽ നിന്നാണ് ആ പ്രത്യേക സാധനം കിട്ടിയത്, ആ ഒരു ആർട്ടിക്കിൾ കിട്ടിയത് എന്നും കൂടെ അതൊരു ലിസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് സൈൻഡ് ബൈ സച്ച് വിറ്റ്നസസ്, എന്നിട്ട് ആ ലിസ്റ്റിന്റെ അകത്ത്, അതായത് എ എന്ന് പറയുന്ന ഒരു പ്ലേസ് ലാണ് പോയത്, അപ്പൊ എ എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന് ഇന്ന സാധനങ്ങൾ കിട്ടി എന്ന് പറഞ്ഞിട്ട് അത് ഈ വിറ്റ്നസിന്റെ സാന്നിധ്യത്തിൽ വേണം സെർച്ച് ചെയ്യാൻ. എന്നിട്ട് ഇന്നതൊക്കെ കിട്ടി എന്ന് പറഞ്ഞ് അതിൽ ആരോട് സൈൻ ചെയ്യിപ്പിക്കണം, ആ വിറ്റ്നസ് ആയി വന്നിട്ടുള്ള, അതിനാണ് വിറ്റ്നസിനെ കൊണ്ടുവന്നിരിക്കുന്നത്, അവരെ സൈൻ ചെയ്യിപ്പിക്കണം എന്നാണ്, അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം എന്നാണ് പറയുന്നത്. ബട്ട് നോ പേഴ്സൺ വിറ്റ്നസിംഗ് എ സെർച്ച് അണ്ടർ ദി സെക്ഷൻ ഷാൽ ബി റിക്വയർഡ് ടു അറ്റൻഡ് ദ കോർട്ട് ആസ് എ വിറ്റ്നസ് ഫോർ ദ സെർച്ച് അൺലെസ് സ്പെസിഫിക്കലി
സമൻഡ് ബൈ ഇറ്റ്. അപ്പൊ അവര് ഇങ്ങനെ സാക്ഷികളായിട്ട് പോലീസ് തയ്യാറാക്കുന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, എന്തൊക്കെ സെർച്ച് ചെയ്ത് കിട്ടി, അത് ഏതൊക്കെ പ്ലേസിൽ നിന്ന് കിട്ടി എന്നുള്ളതിൽ ഇവര് സാക്ഷികളായിട്ട് ഒപ്പിട്ട് കൊടുക്കുന്നു. എന്നിട്ട് അവർ പിന്നെ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് സാക്ഷികൾ കോടതിയിലാക്കുകയാണ്. കോടതിയിൽ അവരെ സമൺ ചെയ്യുകയാണെങ്കിൽ മാത്രം അവർ കോടതിയിലേക്ക് വന്നാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ സെർച്ച് സുതാര്യമായിട്ട് ആണ് ഇവിടെ സെർച്ച് ചെയ്തത് എന്ന് പോലീസിന്, പ്രോസിക്യൂഷന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സ്വതന്ത്രരായിട്ടുള്ള സാക്ഷികളെ കൊണ്ട് സെർച്ചിന്റെ അകത്ത് ഒപ്പുവെപ്പിക്കുന്നത്. അപ്പം കോടതിയിലെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കോടതിയിൽ ഈ രേഖയൊക്കെ ഹാജരാക്കും. അപ്പോൾ കോടതിയിലേക്ക് സാക്ഷിയായിട്ട് വിറ്റ്നസ് ഈ സെർച്ച് ലിസ്റ്റിന്റെ അകത്ത് അല്ലെങ്കിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ പ്രോപ്പർട്ടിയുടെ ലിസ്റ്റിന്റെ അകത്ത് സൈൻ ചെയ്തു എന്നതുകൊണ്ട് അവരെ കോടതിയിൽ നിർബന്ധമായിട്ടും വിളിക്കണമെന്നില്ല. കോടതി സമൺ ചെയ്യുകയാണെങ്കിൽ അവർ കോടതിയിൽ വന്നിട്ട് ആ കാര്യങ്ങൾ സാക്ഷി പറയേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ കൂടുതൽ ഈ പോലീസ് തൊണ്ടി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേസുകൾക്ക് അകത്ത് സെർച്ച് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെയാണ് ഇത്തരത്തിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സാക്ഷികളെ കൊണ്ട് ഒപ്പുവെപ്പിക്കുന്നത്. അപ്പൊ ചാർജ് ഷീറ്റിലൊക്കെ ഫൈനൽ റിപ്പോർട്ടിലൊക്കെ ഇവരെ സാക്ഷികളാക്കി വെക്കുവാണെങ്കിൽ ഈ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വിറ്റ്നസ്സുകളെ മിക്കവാറും കോടതി സമൺ ചെയ്യുമ്പോൾ കേസിന്റെ ട്രയലിന്റെ സമയത്തായിരിക്കും സമൺ ചെയ്യുക. അപ്പൊ അവർ കോടതിയിൽ വന്നിട്ട് ആ സെർച്ചിന്, അന്ന് അവിടെ നടത്തിയ സെർച്ചിനെ കുറിച്ചൊക്കെ ചോദ്യം വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ വക്കീൽ ചോദിക്കുന്ന സമയത്ത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി സത്യം പറഞ്ഞാൽ. അപ്പൊ ഇവിടെ പറയുന്നത് കോടതി വിളിക്കുകയാണെങ്കിൽ മാത്രം, സമൺ ചെയ്യുകയാണെങ്കിൽ മാത്രം, സമൺസ് അയക്കുകയാണെങ്കിൽ മാത്രം കോടതിയിൽ പോയാൽ മതി ആ വിറ്റ്നസ് എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. സെർച്ച് മസ്റ്റ് ബി ഡൺ ഇൻ ദ പ്രസൻസ് ഓഫ് വിറ്റ്നസ്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ വിറ്റ്നസിന്റെ പ്രസൻസിൽ വേണം സെർച്ച് ചെയ്യാൻ. ഓഫീസർ മസ്റ്റ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് സീസർ ഐറ്റംസ് ആൻഡ് ലൊക്കേഷൻ ഫൗണ്ട്. ഓരോ സാധനങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് തയ്യാറാക്കണം. എന്തൊക്കെ കിട്ടി, അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കണം. ലിസ്റ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ വിറ്റ്നസ്. ആ ലിസ്റ്റിന്റെ അകത്ത് വിറ്റ്നസ് സൈൻ ചെയ്യണം. പിന്നെ എന്ത് വേണം? വിറ്റ്നസ് ഡി നോട്ട് അറ്റൻഡ് കോർട്ട് അൺലെസ് സ്പെസിഫിക്കലി സമൺഡ്. കോടതി പ്രത്യേകമായിട്ട് സമൻസ് അയച്ച് വിളിക്കാത്ത സാഹചര്യത്തിൽ കോടതി പോകേണ്ട കാര്യമില്ല. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ മാത്രം വിറ്റ്നസ് കോടതിയിൽ പോയാൽ മതി എന്നാണ് പറയുന്നത്. ഇതാണ് സബ്സെക്ഷൻ 5. സബ്സെക്ഷൻ 6 നോക്കാം. ഇനി ആറാമതായിട്ട് പറയുന്നത് ആ സെർച്ച് നടത്തുന്ന പ്ലേസിന്റെ ഒക്യുപ്പന്റ് ആയിട്ടുള്ള ആള്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞിട്ട് അയാളെ റെപ്രസെന്റ് ചെയ്യുന്ന ആള്, അവർക്ക് ആ സെർച്ചിലുടനീളം ആ സെർച്ചിന്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റും. ആ സെർച്ച് നടക്കുന്ന സമയത്ത് പ്ലേസിൽ നിൽക്കാൻ വേണ്ടി സാധിക്കും, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ സെർച്ചിന് ശേഷം അവിടെ നിന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞില്ല, പ്രോപ്പർട്ടി ലിസ്റ്റ് പോലെ സെർച്ചിന്റെ ലിസ്റ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞില്ല, എന്തൊക്കെ സാധനങ്ങൾ എവിടെ നിന്നൊക്കെ സീസ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ ആ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് വിറ്റ്നസ് സൈൻ ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ ആ വിറ്റ്നസ് സൈൻ ചെയ്ത അതിന്റെ ഒരു കോപ്പി ആ ഒക്യുപ്പന്റ് ആയിട്ടുള്ള, ആ വീടിന്റെ ഓണർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പ്ലേസിന്റെ ഒക്യുപ്പന്റ് ആയിട്ടുള്ള, അവിടെ ഇൻചാർജ് ആയിട്ടുള്ള ആൾക്ക് അല്ലെങ്കിൽ അയാളുടെ റെപ്രസെന്റേറ്റീവിന് കൊടുക്കണം എന്നാണ് ഇവിടെ സബ്സെക്ഷൻ 6ന്റെ അകത്ത് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. The occupant of the place searched or some person in his behalf shall in every instance be permitted to attend during the search, and a copy of the list prepared under this section signed by the said witnesses shall be delivered to such occupant or person. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു പ്ലേസ് സെർച്ച് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആ പ്ലേസിന്റെ അകത്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് വിറ്റ്നസ് ഒക്കെ ഓൾറെഡി ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആ സെർച്ച് ചെയ്യുന്ന പ്ലേസിന്റെ ആക്ച്വൽ ഒക്യുപ്പന്റ് ആയിട്ടുള്ള, ഒക്യുപ്പന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓണർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഇൻചാർജ് ആയിട്ടുള്ള ആള്, അല്ലെങ്കിൽ അയാൾ പറയുന്ന അയാളുടെ റെപ്രസെന്റേറ്റീവ്, അവർക്ക് ആ സെർച്ചിലുടനീളം അവിടെ നിൽക്കാൻ വേണ്ടി, ആ സെർച്ച് നടക്കുന്ന സമയത്തുടനീളം അവിടെ പ്രസന്റ് ആവാൻ വേണ്ടി ഉള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ അത് നിയമം പെർമിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ സെർച്ച് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ്, സെർച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് എന്തൊക്കെയാണോ സീസ് ചെയ്തിട്ടുള്ളത്, അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും നേരത്തെ പറഞ്ഞില്ലേ, അതിന്റെ അകത്ത് സാക്ഷികൾ ഒപ്പുവെക്കും, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റെസ്പെക്ടബിൾ ആയിട്ടുള്ള സാക്ഷികൾ അതിന്റെ അകത്ത് ഒപ്പുവെക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒപ്പ് വെച്ചതിന് ശേഷം അതിന്റെ ഒരു കോപ്പി, അവിടെ നിന്ന് സീസ് ചെയ്ത സാധനങ്ങളുടെ ലിസ്റ്റ് ആണ്, അതിന്റെ ഒരു കോപ്പി ആ ഒക്യുപ്പന്റന്റ് ആയിട്ടുള്ള ആൾക്ക് അല്ലെങ്കിൽ അയാളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആൾക്ക് കൊടുക്കണം, സെർച്ച് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ വ്യക്തി എന്നാണ് ഇവിടെ പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. യെസ്, നമുക്ക് അടുത്ത സബ്സെക്ഷൻ നോക്കാം. ഇനി ഇവിടെ 7ൽ പറയുന്നത്, നമ്മൾ സെക്ഷൻ 103ന്റെ സബ്സെക്ഷൻ 3 എന്ന് പറഞ്ഞാൽ ഇതേ സെക്ഷന്റെ സബ്സെക്ഷൻ 3 നമ്മൾ പഠിച്ചില്ലേ. സബ്സെക്ഷൻ 3ൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു പ്ലേസ് സെർച്ച് ചെയ്യാൻ വേണ്ടി പോയി, പക്ഷെ ആ സെർച്ച് ചെയ്യേണ്ടുന്ന വസ്തു ഒരാൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്, കൺസീൽ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ വ്യക്തിയെയും കൂടെ സെർച്ച് ചെയ്യാന്ന് പറഞ്ഞില്ലേ. ആ സബ്സെക്ഷനാണ് സബ്സെക്ഷൻ 3 എന്ന് പറഞ്ഞത്, നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള. അപ്പൊ അങ്ങനെ ഒരു പ്ലേസ് സെർച്ച് ചെയ്യാൻ വേണ്ടി പോയി, അപ്പൊ അവിടെ ആ വ്യക്തിയാണ് സെർച്ച് ചെയ്യേണ്ടി വന്നത് എന്നുണ്ടെങ്കിൽ അപ്പൊ ആ വ്യക്തിയെ സെർച്ച് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ആ വ്യക്തിയെ സെർച്ച് ചെയ്ത് അവിടെ നിന്ന് ആ സെർച്ചിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെയും ഒരു ലിസ്റ്റ്, അതായത് എന്തൊക്കെ സാധനങ്ങൾ സെർച്ചിന്റെ ഭാഗമായിട്ട് സീസ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ ഒരു കോപ്പി ആ പേഴ്സൺ തന്നെ കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഒരു സെർച്ചിന് വേണ്ടി ചെന്നു, സെർച്ച് ചെയ്യാൻ വന്ന സമയത്ത് ആ സെർച്ച് ചെയ്യേണ്ടുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആർട്ടിക്കിൾ അത് അവിടെയുള്ള ഒരു വ്യക്തി ഹൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൺസീൽ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമാവുകയാണെങ്കിൽ ആ വ്യക്തിയെ സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ അത്തരത്തിൽ ആ വ്യക്തിയെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന്
ആ സെർച്ചിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കണ്ടു കിട്ടുന്നുണ്ടോ, എന്തൊക്കെ സീസ് ചെയ്യുന്നുണ്ടോ, അതിന്റെയും ഒരു ലിസ്റ്റ് ആ ഉദ്യോഗസ്ഥൻ പ്രിപ്പയർ ചെയ്യണം, ആള് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് അതിന്റെ ഒരു കോപ്പി, അതിന്റെ അകത്തും എന്തുണ്ടാവും, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വിറ്റ്നസ് ഒക്കെ ഉണ്ടാവും, വിറ്റ്നസ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു കോപ്പി ആർക്ക് കൊടുക്കണം, ആ വ്യക്തിക്ക് കൊടുക്കണം എന്നുള്ള, സെർച്ച് ചെയ്യപ്പെട്ട വ്യക്തിക്ക് കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സിമ്പിൾ ആണല്ലോ, താഴെ ഒന്നും കൂടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഫ് എ പേഴ്സൺ ഈസ് സെർച്ച്ഡ് അണ്ടർ സെക്ഷൻ 103 സബ്സെക്ഷൻ 3, ഓഫീസർ മസ്റ്റ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് സീസർ ഐറ്റംസ്. വ്യക്തിയെ സെർച്ച് ചെയ്യാം, പ്ലേസ് മാത്രമല്ല, വ്യക്തിയാണ് സെർച്ച് ചെയ്യുന്നതെങ്കിലും അവിടെ എന്ത് തയ്യാറാക്കണം എന്ന് പറഞ്ഞാൽ, ആക്ച്വലി അവിടെ പ്ലേസ് സെർച്ച് ചെയ്യാൻ പോയതാണ്, പക്ഷെ വ്യക്തി എന്തോ ഹൈഡ് ചെയ്തതുകൊണ്ട് വ്യക്തിയെ സെർച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ വ്യക്തിയെ സെർച്ച് ചെയ്താലും ആ വ്യക്തിയുടെ അടുത്തുനിന്ന് എന്തൊക്കെ ഐറ്റംസ് സീസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് അതിന്റെ ഒരു കോപ്പി അയാൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി സബ്സെക്ഷൻ 8 നോക്കാം. അതാണ് ഈ സെക്ഷനിലെ അവസാനത്തെ സബ്സെക്ഷൻ ആണ്. സബ്സെക്ഷൻ 8 എന്ന് പറഞ്ഞാൽ നോക്കാം. ഇനി സബ്സെക്ഷൻ 8 പറയുകയാണെങ്കിൽ, സബ്സെക്ഷൻ 8 സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു സെർച്ച് നടത്തുന്ന സമയത്ത്, ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പോലീസ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഒരു സെർച്ച് നടത്തുന്ന സമയത്ത് ഒരാളോട്, ഒരു വ്യക്തിയോട് ഇത്തരത്തിൽ സെർച്ചിന്റെ അകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വിറ്റ്നസ് ആവാൻ വേണ്ടി ഒപ്പുവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഒരു ഓർഡറോട് കൂടി, റിട്ടേൺ ഓർഡറോട് കൂടി ആവശ്യപ്പെട്ടു. പക്ഷെ മതിയായ കാരണമൊന്നും ഇല്ലാണ്ട് തന്നെ അയാൾ അത് റെഫ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്തു, അവഗണിച്ചു, അല്ലെങ്കിൽ അതിനോട് സഹകരിച്ചില്ല, അതായത് സാക്ഷിയാവാൻ പറ്റില്ല എന്ന രീതിയിൽ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അയാൾ BNSന്റെ സെക്ഷൻ 222 പ്രകാരം കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വായിച്ചു നോക്കാം. എനി പേഴ്സൺ ഹു വിത്തൗട്ട് റീസണബിൾ കോസ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു മതിയായ കാരണമില്ലാതെ ഒരു വ്യക്തി റെഫ്യൂസസ് ഓർ നെഗ്ലെക്ട്സ് ടു അറ്റൻഡ് ആൻഡ് വിറ്റ്നസ് എ സെർച്ച്, ഒരു സെർച്ച് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ സെർച്ചിന്റെ അകത്ത് വിറ്റ്നസ് ആവാൻ വേണ്ടി പറഞ്ഞു, പക്ഷെ മതിയായ കാരണമില്ലാതെ അയാൾ എന്ത് ചെയ്തു, അയാൾ അത് നെഗ്ലക്ട് ചെയ്തു, അല്ലെങ്കിൽ അതിന് റെഫ്യൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ, വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ ബൈ ആൻ ഓർഡർ ഇൻ റൈറ്റിംഗ്, ഒരു റൈറ്റിംഗിൽ എഴുതി ലിഖിതമായിട്ടുള്ള ഒരു ഓർഡർ കൊണ്ടാണ്, ഒരു ഓർഡർ കൊടുത്തു, അതായത് സെർച്ച് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ ഇതാണ് സെർച്ചുമായി ബന്ധപ്പെട്ട ഓർഡർ, അതുകൊണ്ട് നിങ്ങൾ ഇതുമായിട്ട് സഹകരിക്കണം, നിങ്ങൾ സാക്ഷിയാവണം എന്ന് പറയുമ്പോൾ അയാൾക്ക് മതിയായ കാരണമൊന്നുമില്ല, പക്ഷെ ഹി നെഗ്ലക്റ്റഡ്, അല്ലെങ്കിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ he shall be deemed to have committed an offence under സെക്ഷൻ 222 ഓഫ് BNSന്റെ 222 പ്രകാരം കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കും എന്നാ പറയുന്നത്. അപ്പോൾ പോലീസ് അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥര് ഒരു സെർച്ച് വാറണ്ടുമായി ബന്ധപ്പെട്ട് ഒരു സെർച്ചിന്റെ അകത്ത് സഹകരിക്കണം, അതിൽ സാക്ഷിയാവണം എന്നൊക്കെ ഒരു സ്വന്തമായ ഒരു സാക്ഷിയായിട്ട് തോന്നുന്ന ഒരു വ്യക്തിയോട് ആവശ്യപ്പെടുന്ന സമയത്ത് ആ വ്യക്തി മതിയായ കാരണമില്ലാതെ അത് റിജക്ട് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കെതിരെ 222 BNS പ്രകാരം കേസെടുക്കാൻ വേണ്ടി പറ്റും, അതൊരു ഒഫൻസ് ആയിട്ട് അയാൾ ഒരു കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ സെക്ഷൻ 103ന്റെ 8 സബ്സെക്ഷൻസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം. അപ്പൊ ഇത്രയേ ഉള്ളൂ സെക്ഷൻ 103. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റ് ഭാഗങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. താങ്ക് യു.